നമ്മളുടെ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ കൺട്രോളിൽ നേഴ്സസിന് വലിയ റോളാണ്. കാരണം ഈ നേഴ്സസിനെ കുറിച്ച് നമുക്ക് സാധാരണ മനുഷ്യർക്കുള്ളൊരു ധാരണ നിങ്ങൾ ഡോക്ടർമാരെ പോലൊക്കെ തന്നെയാണ്. ഏകദേശം ഡോക്ടർമാർ ഞങ്ങൾ വലിയ വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾ കുറച്ചുകൂടെ കൂടുതൽ സ്മാർട്ടാണെങ്കിൽ ഉള്ളൂ ഡോക്ടർമാരെക്കാൾ കൂടുതൽ. കാരണം ഡോക്ടർക്ക് ചികിത്സ വിധിക്കുക, അത് എന്ത് ചെയ്യണമെന്ന് പറയുക എന്നത് കഴിഞ്ഞാൽ തീർന്നു. 1 നീഡിൽ 1 സിറിഞ്ച് only 1 ടൈം എന്ന റെക്കമെൻഡേഷൻ ഓഫ് CDC നിങ്ങൾ അറിയണം കൃത്യമായിട്ട്. WHO ബെസ്റ്റ് പ്രാക്ടീസസ് ഫോർ ഇഞ്ചക്ഷൻ ആൻഡ് റിലേറ്റഡ് പ്രൊസീജിയർ ടൂൾ കിറ്റ് നിങ്ങൾ പഠിച്ചിരിക്കണം. അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന അത്രമാത്രം സ്മാർട്ടായിട്ടുള്ള ഡോക്ടർമാരാണ് യഥാർത്ഥത്തിൽ നേഴ്സസ്. സോറി, ഡോക്ടർമാർ പോലും നിങ്ങളുടെ അത്രയും സ്മാർട്ടല്ല. ഈ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോളിൽ നമ്മളൊരു കോർ ഒബ്ജക്റ്റീവ് എലമെൻ്റായ IPC 3D കാണുമ്പോൾ ദ ഓർഗനൈസേഷൻ അഡ്ഹേഴ്സ് ടു സേഫ് ഇഞ്ചക്ഷൻ ആൻഡ് ഇൻഫ്യൂഷൻ പ്രാക്ടീസസ്, അത് കൃത്യമായൊരു ഗൈഡ് ലൈൻസ് ആൾറെഡി അമേരിക്കൻ കൗൺസിലുകൾ, ഇൻ്റർനാഷണൽ ലെവൽ ഓഫ് ഡോക്യുമെൻറ്റേഷൻസ് ഉണ്ട്, WHO ഡോക്യുമെൻറ്റേഷൻസ് ഉണ്ട്. നമുക്ക് വളരെ കൃത്യമായിട്ടും ഈ കാര്യത്തിൽ ഓരോ ഇഞ്ചക്ഷനും വളരെ സീരിയസ് ആയിട്ട്, ഒരു ലൈഫ് നിങ്ങളുടെ കയ്യിലിരിക്കുക, ഒന്നിൽ കൂടുതൽ ലൈഫ് ചിലപ്പോഴെങ്കിലും. കാരണം നിങ്ങൾ അവിടെ ഒരു നീഡിൽ ഇഞ്ചുറി ഉണ്ടാക്കി ശ്രദ്ധിക്കാതെ അടുത്ത പേഷ്യൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അവിടുന്ന് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു ഇൻഫെക്ഷനും അടുത്തൊരാൾക്ക് ഹാൻഡ് ഓവർ ചെയ്തെടുക്കാൻ പോകുന്ന ഒരു ഇൻഫെക്ഷനുമാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അവിടെ ചിലപ്പോൾ നിങ്ങൾ ഒന്നിൽ കൂടുതൽ ഫാമിലികളെ ചോദ്യചിഹ്നത്തിലാക്കിയേക്കാനുള്ള സാധ്യത വരെയുണ്ട്. സോ നമ്മുടെ ഹോസ്പിറ്റലിൽ ഓരോ ഇഞ്ചക്ഷനും, അത് എസ്പെഷ്യലി ക്രിട്ടിക്കൽ കെയറിലാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇൻഫെഷ്യസ് ഡിസീസ് ഉള്ള കേസിലാകുമ്പോൾ അത് വളരെ ശ്രദ്ധയോടുകൂടി സീനിയർ നേഴ്സസ് ചെയ്യേണ്ട ജോലി സീനിയർ തന്നെ ചെയ്യണം. ഒരു അല്പ ഉദാസീനത കൊണ്ട് ജൂനിയറിനെ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്ന് കരുതിയാൽ അവർ അത് അവിടെ പഠിച്ച് പരിശീലിച്ച് വേണമെങ്കിൽ അസുഖം നിങ്ങൾക്കും അല്പം കൊണ്ട് തന്ന് അങ്ങനെ നമ്മുടെ ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷൻ്റെ ഒരു സ്പ്രെഡിങ് നടക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന് കൃത്യമായ ഗൈഡ് ലൈൻസ്, ഡോക്യുമെൻറ്റ്സ് നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടാകണം. ഗ്രേപ്സ് അതിനുവേണ്ടി എല്ലാ സപ്പോർട്ടും തരുന്നുണ്ട്, ഡോക്യുമെൻറ്റ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സോഫ്റ്റ്വെയർ വാങ്ങുമ്പോൾ നമ്മളുടെ പ്രതീക്ഷ നമ്മുടെ ഹോസ്പിറ്റൽ വളരെ കൃത്യമായി സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി വർക്ക് ചെയ്യുന്നതാണെന്നാണ്. ഇതൊരു വലിയ സാമൂഹ്യ പ്രതിബദ്ധതയാണ്. IPC 3D ദ ഓർഗനൈസേഷൻ ഇഞ്ചക്ഷൻസിൻ്റെ ഇൻഫ്യൂഷൻസിൻ്റെയും കാര്യത്തിൽ വളരെ നിർബന്ധ ബുദ്ധിയോടുകൂടി നമുക്ക് 1 നീഡിൽ 1 സിറിഞ്ച് ഓൺലി 1 ടൈം എന്ന പോളിസിയിൽ തുടങ്ങി മുമ്പോട്ട് ഇഞ്ചക്ഷൻ ആൻഡ് ഇൻഫ്യൂഷനെ കാണാം.